നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രം, കിട്ടാനുള്ളത് സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര പെരുമഴ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ലഭിക്കുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മറ്റ് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് അതൊന്നും പറയുന്നില്ല. എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. ഈ ചാനലിൽ പറയുന്ന, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളിലും എങ്ങനെ ഭാഗ്യം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ആഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യുന്നതിന് പകരം 6 ദിവസം വർക്ക് ചെയ്താൽ 7 ദിവസം വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് ഞാനും ബിസിനസ്സുകാരനാണ്. ഓക്കെ, 35 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, പലതരം ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ 10-15 വർഷങ്ങളിൽ ഞാൻ തുടങ്ങിയ കാലത്ത് 1991 ഞാൻ ബിസിനസ് തുടങ്ങിയത് ഒഫീഷ്യലായിട്ട്. ഓക്കെ, ആ കാലഘട്ടത്തിലൊക്കെ ആഴ്ചയിൽ 7 ദിവസം മാത്രമല്ല, 365 ദിവസവും വർക്ക് ചെയ്യുമായിരുന്നു. അത്രത്തോളം നേട്ടം ഉണ്ടാവുന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി ആംഗ്ലോ ഇന്ത്യനാണ്, തങ്കശ്ശേരി, ഇവിടെ കൊല്ലത്തൊക്കെ തങ്കശ്ശേരി. ഓക്കെ, ആംഗ്ലോ ഇന്ത്യനാണ് പുള്ളി എന്ന് പറയുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് മുഴുവൻ കാണാപ്പാടമാണ് പുള്ളിക്ക്. ബൈബിള് മുഴുവൻ കാണാപ്പാടമാണ്. ഓക്കെ, ഇംഗ്ലീഷിലെ ബൈബിള്. അപ്പോൾ അദ്ദേഹം ശരിക്കും ബേസിക്കലി ഇലക്ട്രീഷ്യനാണ്, പക്ഷേ വളരെയധികം ആത്മീയ ഊർജ്ജമുള്ള, ആത്മീയത മുറുകെ പിടിക്കുന്ന ഒരാളായിരുന്നു. ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ബൈബിള് വായിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ ആഴ്ചയിൽ 7 ദിവസവും കിടന്ന് വർക്ക് ചെയ്യരുത്, ഒരു ദിവസം ലീവ് ഇടുക, ഞായറാഴ്ച ലീവ് ഇടുക. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് ഞായറാഴ്ചയാണ് കൂടുതൽ വരുമാനം വരുന്നത്. ഉടനെ പറഞ്ഞു, കുഴപ്പമില്ല, മറ്റൊരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അവധി ഇടുക, എന്നിട്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം, അദ്ദേഹം പറഞ്ഞ ഇതാണ്: ഈശ്വരൻ പ്രപഞ്ചം സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണ്. 7ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു. ബൈബിളിലുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ, ഈ ഞായർ എന്ന് പറയുന്നത് സൂര്യൻ എന്നാണ് അർത്ഥം, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അപ്പോൾ ഞായറാഴ്ച എനിക്ക് എൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ബിസിനസ്സുകളിലെല്ലാം ഞായറാഴ്ചയാണ് കളക്ഷൻ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച അവധി ഇട്ടു നോക്കി. അപ്പോൾ ഞാൻ അത്ഭുതകരമായിട്ട് എനിക്ക് മനസ്സിലായി, ആഴ്ചകൾ കൊണ്ട് എനിക്ക് മനസ്സിലായി. അതായത് 7 ദിവസം കൊണ്ട് 70,000 രൂപ നേടുന്ന സ്ഥലത്ത് 6 ദിവസം കൊണ്ട് 70,000-ന് മേളിൽ 80,000-ഉം 90,000-ഉം ഒക്കെ ലാഭം കിട്ടി തുടങ്ങി. അതിനുശേഷം കഴിവതും ഞാൻ ഈ പതാകം ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഇടും. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു 2 ദശാബ്ദമായിട്ട് ഉള്ള രീതിയിലെന്ന് പറഞ്ഞാൽ എനിക്ക് നിരവധി ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ പതാകം പ്രത്യേകിച്ച് ഓൺലൈനായിട്ടുള്ള ബിസിനസ്സുകളാണ് എനിക്ക് കൂടുതൽ ലാഭകരം. അപ്പോൾ ഞായറാഴ്ച അവധിയിടാൻ എനിക്ക് പറ്റും. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഓക്കെ, ഞായറാഴ്ച ലീവ് ഇടുന്നു. എത്രയോ ദശാബ്ദങ്ങൾ, 10-20 വർഷമായിട്ട്. അപ്പോൾ അത് എനിക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകുന്നു. അതായത് പണ്ട് കാലത്ത് 365 ദിവസവും വർക്ക് ചെയ്ത വർഷങ്ങളുണ്ട്. അതായത് തിരുവോണത്തിൻ്റെ അന്ന് പോലും
ഞാൻ എൻ്റെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്ത വർഷങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് 7 ദിവസം കൊണ്ട് 70,000 ലാഭം ഉണ്ടാക്കുമ്പോൾ 6 ദിവസം കൊണ്ട് 70,000 മേളിൽ ലാഭം ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഒരു ദിവസത്തെ കറണ്ട് ചാർജ്, ഇലക്ട്രിസിറ്റി ബില്ല്, മറ്റ് എക്സ്പെൻസസ്, ഓക്കെ, അതെല്ലാം ലാഭിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, 6 ദിവസത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. 7ാമത്തെ ദിവസം ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഞായറാഴ്ചയാണ് പള്ളിയിൽ പോകുന്നത്, ഓക്കെ. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ലീവ് എടുക്കാം. പള്ളിയിലൊക്കെ പോകുന്ന വെള്ളിയാഴ്ചയാണ് ഭൂരിപക്ഷവും പേരും പോകുന്നത്, ഓക്കെ. ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോൾ ഞാൻ പറയുന്നത് ശനിയാഴ്ച ലീവ് ഇടണമെന്നാണ്. പക്ഷേ ശനിയാഴ്ച പൊതുവെ എല്ലാ തരത്തിലും ബിസിനസ് വലിയ രീതിയിൽ നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞായറാഴ്ച തന്നെ ലീവ് ഇടാൻ ശ്രമിക്കുക. പൊതു അവധിയാണല്ലോ ഞായറാഴ്ച എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അത് മാത്രമല്ല, ഞായറാഴ്ച, ഈ ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യന് തന്നെ. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ ഞാൻ ജ്യോതിഷവും കൈകാര്യം ചെയ്യുന്ന ആളാണ്, ഓക്കെ. നമ്മൾ കൈവെക്കാത്ത മേഖലയൊന്നുമില്ല, എല്ലാത്തിലും കയറി ഇടപെടും. സാമ്പത്തിക വിഷയങ്ങളിൽ പോലും, സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ 2000-ലധികം സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്, ഓക്കെ. അതൊക്കെ വേറെ മറ്റ് ചാനലുണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നില്ല, അത് മറ്റ് ചാനൽ നോക്കുക എൻ്റെ തന്നെ, ഓക്കെ. അപ്പോൾ ഈ സൂര്യൻ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൂര്യൻ ആണ് ജോലി, തൊഴിൽ, പ്രൊഫഷൻ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, ഓക്കെ. അപ്പോൾ ഞായറാഴ്ചയാണ് തൊഴിൽപരമായിട്ടുള്ള, എൻ്റെ ഒരു വിശകലനത്തിൽ ഞായറാഴ്ച നമ്മൾ തൊഴിൽപരമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടി പൂജകൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നിരവധി മാർഗങ്ങളുണ്ട്, 1-2 മാർഗങ്ങൾ, ലക്ഷക്കണക്കിന് മാർഗങ്ങളുണ്ട് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കാൻ. ഞാൻ ജസ്റ്റ് പറയുന്ന ഇതാണ്, ഞായറാഴ്ച പറ്റുമെങ്കിൽ വ്രതം എടുത്ത്, ഞായറാഴ്ചയൊന്നും പൊതുവെ ആർക്കും വ്രതം എടുക്കാൻ ഒക്കത്തില്ല, ഓക്കെ. എന്നാൽ തന്നെ പറ്റുമെങ്കിൽ വ്രതം എടുത്ത് ശിവന് ജലധാര നടത്തുക ഏറ്റവും മിനിമം, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ്. അതുമാത്രമല്ല, പിതൃഗുണം, സന്താന നേട്ടം, ഇവയൊക്കെ സൂര്യനാണ് നമ്മുടെ ജ്യോതിഷത്തിൽ, ജ്യോതിഷ പ്രകാരം നിയന്ത്രിക്കുന്നത്, ഓക്കെ. അങ്ങനെയാണ് വിശ്വാസം. ജ്യോതിഷത്തിൽ വിശ്വസിക്കാത്തവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്, ഓക്കെ. അപ്പോൾ ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യൻ സ്വക്ഷേത്രപരമായിട്ട് ചിങ്ങം രാശിയിലും അല്ലെങ്കിൽ ഉച്ചരാശിയായ മേടം രാശിയിലും നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിലോ അല്ലെങ്കിൽ ഉച്ചരാശിയായ മേടത്തിലോ നിൽക്കുകയാണെങ്കിൽ തൊഴിൽ നേട്ടം ഉണ്ടാവുന്നതാണ്, ഓക്കെ. അതുകൂടാതെ ലഗ്നത്തിൽ നിന്ന് 3, 6, 10, 11 ഭാവങ്ങളിൽ സൂര്യൻ നിന്നാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ്. അതുപോലെ തന്നെ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും രാഹു, കേതു ഒഴിച്ച് ബാക്കിയുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഉഭയചര യോഗം എന്ന് പറയുന്ന യോഗം വരും. അത് തൊഴിൽ നേട്ടത്തിന് സഹായകരമാവും. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യുന്നതിന് പകരം ഞായറാഴ്ച ലീവ് എടുക്കുക. പൊതുവേ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ലീവ് എടുക്കാൻ പറ്റുന്നെങ്കിൽ വെള്ളിയാഴ്ച ലീവ് എടുക്കുക. അതായത് 7 ദിവസത്തിന് പകരം 6 ദിവസം വർക്ക് ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും 7 ദിവസം കൊണ്ട് നേടുന്നതിനേക്കാൾ നേട്ടം പല രീതിയിൽ, പല സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് 6 ദിവസം കൊണ്ട്
നേടിയെടുക്കാമെന്ന് മാത്രമല്ല, ഒരു ദിവസം നിങ്ങൾ പൂർണ്ണമായും ഈശ്വര ഭക്തിയിൽ മുഴുകി കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ നേട്ടമെന്നാണ് എൻ്റെ അനുഭവം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചുറ്റിനും നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പറയുന്നത് ഇതാണ്, ഞങ്ങളുടെ ചാനൽ കണ്ടാൽ ഭാഗ്യം വരുമെന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മറ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതാണ്, ഒരു പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നുവെച്ചാൽ 2 മാസം നോക്കുക, എന്തെങ്കിലും അസാധാരണമായ നേട്ടം, ഗണ്യമായ നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ പണം കൊണ്ട് മാത്രമല്ല, പണം മാത്രമല്ലല്ലോ സമ്പത്ത്, മറ്റു പല രീതിയിലുള്ള സമ്പത്തുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തൽക്കാലം പരീക്ഷണത്തിന് വേണ്ടി 2 മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതിനുശേഷം ഗുണമുണ്ട്, ഭാഗ്യം ചാനൽ കാണുന്നുണ്ട്, ഭാഗ്യം കിട്ടുന്നുണ്ട്, പല രീതിയിലുള്ള ഭാഗ്യം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് ആ സബ്സ്ക്രിപ്ഷൻ തുടരുക. എനിവേ, എല്ലാവർക്കും സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.